ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് വയനാട് എടക്കൽ ഗുഹയിലാണ്. എൻ്റെ ഫ്രണ്ട് കിച്ചു ഞാനും കൂടി നടക്കുകയാണ്. ഇന്ന് നമുക്ക് മുകളിലേക്ക് പോകാം. ഗായ്സ്, ഞങ്ങൾ കാടിന്റെ നടുവിലൂടെ 3/4 മണിക്കൂർ എടുത്ത് നടന്നാണ് എടക്കൽ ഗുഹയിലേക്ക് എത്തിയത്. കണ്ടോ, ഇവിടെ നിറച്ചും മുളകളാണ്. അതുകൊണ്ട് ഇവിടെ നിറച്ചും തണുപ്പുമായിരിക്കും. കണ്ടോ, ഇവിടെ നിറച്ചും മുളകളാണ്. ഗൈസ്, ഇത് നിങ്ങൾ കണ്ടോ, ഒരു പാറയുടെ മുകളിലാണ് ഈ ബിൽഡിംഗ് നിൽക്കുന്നത്. ഗൈസ്, സത്യം പറഞ്ഞാൽ തളർന്നു. പക്ഷേ എടക്കൽ ഗുഹ കാണാനുള്ള വാശിയിൽ ഞങ്ങൾ നടന്നു. ഇത് കണ്ടോ ഗൈസ്, ഒരു കൂറ്റൻ പാറയിലാണ് മരം വളർന്നു നിൽക്കുന്നത്. ഗൈസ്, ഇവിടെ പ്ലാസ്റ്റിക്കും വേസ്റ്റ് ഒന്നും ഇടാൻ പാടില്ല. അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മളിത് സൂക്ഷിക്കണം. ഗൈസ്, പറയാതിരിക്കാൻ വയ്യ, ചക്കയുടെ ഒരു മേളാങ്കം തന്നെയായിരുന്നു ഇവിടെ. പലതരം ചക്കകളും പിന്നെ ഇടയ്ക്ക് നമുക്ക് കാപ്പിത്തോട്ടവും കാണാം. எனக்கு என்ன காயம்னாலும் உடம்பு தாங்கிடும். உன் உடம்பு தாங்குமா? தாங்காது. பிராமி 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 அதை எழுதணுமா? இது காதல். என் காதல் என்னன்னு சொல்லாம எங்க எங்க அழுகையா வருது. ஆனா நான் அழுது என் சோகம் ஒன்ன தாக்கிடுமோ அப்படின்னு நினைக்கும் போது வர்ற அழுக கூட நின்றுடுது. മനിതർ ഉണർന്നു കൊള്ള, ഇത് മനിത കാതൽ അല്ല. ഇടയ്ക്കൽ ഗുഹകൾ കേരളത്തിലെ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിക്കടുത്തുള്ള പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടിച്ചേരുന്ന ഭാഗമായ അമ്പുകുത്തി മലയിലെ 2 പ്രകൃതിജന്യമായ ഗുഹകളാണ് ഇടയ്ക്കൽ ഗുഹകൾ എന്നറിയപ്പെടുന്നത്. ചെറുശിലായുഗ സംസ്കാര കാലഘട്ടത്തിലെന്ന് കരുതുന്ന ശിലാലിഖിതങ്ങൾ ഈ ഗുഹയിൽ കാണപ്പെടുന്നുണ്ട്. കേരളത്തിൽ ലഭിച്ചിട്ടുള്ള ഏറ്റവും പഴക്കം ചെന്ന ലിഖിതങ്ങൾ ഇവയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 4000 അടി ഉയരത്തുള്ള അമ്പുകുത്തി മലയുടെ മുകളിൽ ഒരു വലിയ പാറയിൽ രൂപപ്പെട്ട ഒരു വിള്ളലിൽ മുകളിൽ നിന്ന് വീണുറച്ച കൂറ്റൻ പാറയാണ് മനുഷ്യനിർമ്മിതമല്ലാത്ത ഈ ഗുഹയെ സൃഷ്ടിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പുരാതനമായ ഒരു രാജവംശത്തെപ്പറ്റി സൂചന നൽകുന്ന ശിലാലിഖിതങ്ങൾ ലോക കൊത്തുചിത്രകലയുടെ ആദിമ മാതൃകകളെ അനുസ്മരിക്കുന്ന തരത്തിലുള്ളവയാണ്. പ്രാചീനമായ ചിത്രങ്ങളും പിൽക്കാലത്ത് രേഖപ്പെടുത്തപ്പെട്ട ലിപികളും ഇവിടെ കാണാം. ഇടയ്ക്കൽ എന്നും ഭാഷാന്തരമുണ്ട്. പാറകൾക്കിടയിലെ അഥവാ പാറയുടെ നടുവിലുണ്ടായ വിള്ളലിലേക്ക് ഇടയിലേക്ക് മുകളിൽ നിന്ന് വീണ് കിടക്കുന്ന ഒരു വലിയ കല്ലാണ് ഇടയ്ക്കൽ ഗുഹ എന്ന പേര് വരാൻ കാരണം. 98 അടി നീളവും 22 അടി വീതിയുമുള്ള ഈ വിള്ളലാണ് ഗുഹയെ രൂപപ്പെടുത്തുന്നത്. ഇതിന് 30 അടിയോളം ഉയരമുണ്ട്. 1901 മലബാറിലെ ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്ന F. ഫോസറ്റാണ് ദക്ഷിണേന്ത്യൻ ചരിത്ര രചനയിൽ വഴിത്തിരിവുണ്ടാക്കിയ ഇടയ്ക്കൽ ഗുഹകളെ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. ആദിവാസികളായ മുള്ളുകുറുക്കന്മാരുടെയും പണിയരുടെയും സഹായത്തോടെ കാടുവെട്ടി വഴിയുണ്ടാക്കിയാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിച്ചത്. കവിത കൊട്ടത് அதை எழுத நினைக்கையில் வார்த்தை முட்டுது. கண்மணி அன்போடு காதலன் நான் எழுதும் பொன்மணி உன் வீட்டில் சௌக்கியமா, நான் இங்கு சௌக்கியமா. எனக்கு உண்டான காயம் அது தன்னால ஆறிடும். அது என்னமோ தெரியல, என்ன மாயமோ தெரியல, எனக்கு ஒண்ணுமே ஆவறதில்லை. இதையும் எழுதிக்க.
நடுவில் நடுவில் மானே தேனே பொன்மானே இதெல்லாம் போட்டுக்கணும். இது பாரு, எனக்கு என்ன காயம்னாலும் உன் உடம்பு தாங்கிடும், உன் உடம்பு தாங்குமா? தாங்க. அபிராமி அபிராமி அபிராமி. அதை எழுதணுமா? இது காதல். என் காதல் என்னன்னு சொல்லாம எங்க எங்க அழுகையா வருது. ஆனா நான் அழுது என் சோகம் ஒன்ன தாக்கிடுமோ அப்படின்னு நினைக்கும் போது வர்ற அழுக கூட நின்றுடுது. மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல, காதல் அல்ல, காதல் அல்ல. அதையும் தாண்டி புனிதமானது, 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 புனிதமானது. உண்டான காயமெங்கு தன்னாலே மாறிப் போன மாயம் என்ன? பொன்மானே, பொன்மானே. என்ன காயமான போதும் என் மேனி தாங்கிக் கொள்ளும் உந்தன் மேனி தாங்காது சென்றேனே. எந்தன் காதல் என்னவென்று சொல்லாமல் ஏங்க ஏங்க அழுகை வந்தது. எந்தன் சோகம் உன்னை தாக்கும் என்றெண்ணும் போது வந்த அழுகை நின்றது. மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல, அதையும் தாண்டி புனிதமானது. அபிராமியே தாலாட்டும் சாமியே நான் தானே தெரியுமா? சிவகாமியே சிவனில் நீயும் பாதியே அதுவும் உனக்கு புரியுமா? சுபலாலி லாலியே லாலி லாலியே அபிராமி லாலியே லாலி லாலியே அபிராமியே தாலாட்டும் சாமியே நான் தானே தெரியுமா? ഉനക്ക് ഇടയ്ക്കൽ ഗുഹയുടെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഉടൻ തന്നെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. കാണണേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.